ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 235 വാല്യം 6 മേരി മാഗ്ദലിൻ പ്രീശനായ സൈമണിൻ്റെ ഭവനത്തിൽ. എൻ്റെ വേദനകളിൽ ആശ്വസിപ്പിക്കുവാനും മനുഷ്യരുടെ ദുഷ്ടത മറയ്ക്കാൻ സഹായിക്കാനുമായി എൻ്റെ ഈശോ എനിക്ക് മാധുര്യമേറിയ ഈ ദർശനം തന്നു. അലങ്കരിക്കപ്പെട്ട വിശാലമായ ഒരു മുറി ഞാൻ കാണുന്നു. പല ശിഖരങ്ങളുള്ള ഒരു മെഴുകുതിരി വിളക്ക് അതിൻ്റെ മധ്യത്തിൽ കത്തിച്ചിട്ടുണ്ട്. മനോഹരങ്ങളായ ചിത്രങ്ങളുള്ള വിരികൾ, വിലപിടിപ്പുള്ള മേശകളും കസേരകളും. അവ അലങ്കരിച്ചിരിക്കുന്നത് ആനക്കൊമ്പും വിലപിടിച്ച ലോഹങ്ങൾ കൊണ്ട് പണിതെടുത്ത ഇലകളും ഉപയോഗിച്ചാണ്. 4 മേശകൾ കൂട്ടിച്ചേർത്ത് ചതുരാകൃതിയിലുള്ള ഒരു വലിയ മേശ നടുവിൽ. വിലപിടിപ്പുള്ള അതിമനോഹരങ്ങളായ വിരികളും പാത്രങ്ങളും. അനേകം അതിഥികൾക്കായിട്ടാണ് മേശ സജ്ജീകരിച്ചിരിക്കുന്നത്. വിശിഷ്ടങ്ങളായ ജഗുകൾ പിടിച്ചുകൊണ്ട് ഭൃത്യന്മാർ വീഞ്ഞു പകരുന്നു. വിഭവങ്ങൾ വിളമ്പി മേശയ്ക്ക് ചുറ്റും നടക്കുന്നു. വഹുശാഖ ദീപത്തിൻ്റെ പ്രകാശം തറയിൽ തട്ടി തിളങ്ങുന്നത് എനിക്ക് കാണാം. മേശയ്ക്ക് ചുറ്റും സോഫാകൾ നിരത്തിയിട്ടുണ്ട്. അവയിലാണ് അതിഥികൾ ഇരിക്കുന്നത്. ആ മുറിയുടെ ഒരറ്റത്ത് തുറന്നു കിടക്കുന്ന വാതിലിൻ്റെ വിരിയുടെ മറയിൽ ഞാൻ നിൽക്കുന്നതായി തോന്നുന്നു. ഗൃഹനാഥനും പ്രധാന അതിഥികളും വാതിലിൻ്റെ എതിർവശത്താണ്. ഗൃഹനാഥൻ വളരെ ഇറക്കമുള്ള വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ചിത്രത്തുന്നലോട് കൂടിയ ഒരു ബെൽറ്റും കോളറിൻ്റെയും കൈത്തണ്ടിൻ്റെയും ഉടുപ്പിൻ്റെയും വക്കിൽ അലങ്കാര തുന്നലുകൾ. അയാളുടെ മുഖഭാവം വിദ്വേഷവും അഹങ്കാരവും ഗർവവും പ്രകടമാക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെടുന്നില്ല. അയാൾക്ക് അഭിമുഖമായി മേശയുടെ എതിർവശത്താണ് എൻ്റെ ഈശോ ഇരിക്കുന്നത്. പിന്നിൽ നിന്നാണ് ഞാൻ കാണുന്നത്. സാധാരണ ധരിക്കാറുള്ള വെള്ളവസ്ത്രവും ചെരുപ്പും തന്നെ ഈശോ ധരിച്ചിരിക്കുന്നു. നീളമുള്ള മുടി നടുക്കു പകുത്താണിട്ടിരിക്കുന്നത്. അതിഥികളെല്ലാം ഇരിക്കുകയല്ല, കിടക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ ഇതുപോലെയുള്ള വിശദീകരണങ്ങൾക്ക് ഞാൻ ശ്രദ്ധ കൊടുത്തില്ല. അവിടെ ഇടത് കൈമുട്ട് ഇരിപ്പിടത്തിൽ ഊന്നിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഒരുപക്ഷെ സോഫാകൾ ചെറുതായിരുന്നതുകൊണ്ടായിരിക്കാം. ഞാനിപ്പോൾ കാണുന്നത് ശരിക്കുള്ള കിടക്കകൾ തന്നെ. ആധുനിക ടർക്കി സോഫ പോലുണ്ട്. ജോൺ ഈശോയുടെ അടുത്താണ്. ഈശോയും മറ്റുള്ളവരെ പോലെ ഇടതു കൈമുട്ട് കുത്തി ചാരിക്കിടക്കുന്നതിനാൽ ജോൺ ഈശോയുടെയും മേശയുടെയും ഇടയ്ക്കായി ചാരിക്കിടക്കുന്നു. ജോണിൻ്റെ കൈമുട്ട് ഈശോയുടെ ഇടക്കെട്ടിനടുത്ത് വരുന്നുണ്ട്. ഈ സ്ഥിതിയിൽ ഈശോയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമില്ല. വേണമെങ്കിൽ ജോണിന് ഈശോയുടെ മാറിൽ ചാരിക്കിടക്കുകയും ചെയ്യാം. അതിഥികളായി സ്ത്രീകളാരുമില്ല. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടുടമ ഇടയ്ക്കിടയ്ക്ക് ഗൗരവഭാവത്തിൽ ഈശോയോട് സംസാരിക്കുന്നു. തീക്ഷ്ണമതിയായ ഒരു പ്രവാചകനും ദരിദ്രനുമെന്ന് മറ്റുള്ളവർ കരുതുന്നു. അവനെ സമ്പന്നനായ തൻ്റെ ഭവനത്തിൽ വിരുന്നിന് ക്ഷണിച്ചുകൊണ്ട് ബഹുമാനിക്കുന്നു എന്ന് കാണിക്കാനുള്ള തത്രപ്പാട് വളരെ വ്യക്തം. ഈശോ കാരുണ്യത്തോടും ശാന്തതയോടും കൂടെ മറുപടി പറയുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ചെറുപുഞ്ചിരിയോടെയാണ് മറുപടി പറയുന്നത്. എന്നാൽ ജോൺ ഈശോയെ നോക്കുകയോ ഈശോയോട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുഞ്ചിരി വ്യക്തമായി വിടരുന്നു. ഗംഭീരമായ വാതിൽവിരി മാറ്റിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരി കടന്നു വരികയാണ്. വളരെ സുന്ദരി. ആഡംബരപൂർവമായ വസ്ത്രധാരണം, അലങ്കരിച്ച് ഭംഗിയായി ഉറപ്പിച്ചിരിക്കുന്ന മുടി. സ്വർണ്ണ നിറമുള്ള മുടി കണ്ടാൽ ഒരു സ്വർണ്ണത്തൊപ്പി ധരിച്ചിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഞാൻ എപ്പോഴും കാണാറുള്ള പരിശുദ്ധ കന്യകയുടെ വസ്ത്രത്തോട് തുലനം ചെയ്താൽ ഇവളുടേത് വളരെ വിചിത്രവും സങ്കീർണവുമാണ്. വില പിടിച്ച വസ്ത്രം, തോളിൽ ബക്കിളുകൾ, മാറിൻ്റെ രൂപം വ്യക്തമാക്കത്തക്ക വിധം നേരിയ സ്വർണ്ണ ചങ്ങലകൾ പിടിപ്പിച്ചിട്ടുള്ളത് കൂടാതെ ചുരുക്കുകളിൽ വിലയേറിയ കല്ലുകൾ, രത്നഖചിതമായ ബെൽറ്റ്. ശരീരത്തിൻ്റെ ആകാരഭംഗി വ്യക്തമാക്കുന്ന, ആരെയും ആകർഷിക്കുന്ന വസ്ത്രധാരണം. ശിരോവസ്ത്രം വളരെ നേർത്ത തുണിയായതിനാൽ അത് ഒന്നും ആവരണം ചെയ്യുന്നില്ല. ഒരാഡംബരം കൂടെ അത്രമാത്രം. ചെരുപ്പുകൾ ചുവന്ന തുകലുകൊണ്ടുള്ളത്. സ്വർണ്ണ കൊളുത്തുകൾ കണ്ണയെ ചുറ്റി സ്വർണ്ണ ചെയിൻ. ഈശോയൊഴികെ മറ്റെല്ലാവരും അവളെ കാണുന്നതിന് തല തിരിക്കുന്നു.
ജോൺ ഒരു നിമിഷം നോക്കിയ ശേഷം ഈശോയെ നോക്കുന്നു. മറ്റുള്ളവർ പ്രകടമായി ദുഷിച്ച ആഗ്രഹത്തോടെയാണ് നോക്കുന്നത്. എന്നാൽ ആ സ്ത്രീ ഈശോയെയും ശിഷ്യനെയും അല്ലാതെ മറ്റാരെയും നോക്കുകയോ അവൾ പ്രവേശിച്ചപ്പോൾ ഉയർന്ന കുശുകുശുപ്പിനെ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. ഈശോ ഒന്നും കണ്ടിട്ടില്ലെന്നുള്ള ഭാവത്തിൽ ഗൃഹനാഥനോടും സംഭാഷണം തുടരുന്നു. സ്ത്രീ ഈശോയുടെ അടുത്ത് ചെന്ന് ആ പാദത്തിങ്കൽ മുട്ടുകുത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന കുംഭാകൃതിയിലുള്ള ഒരു ചെറിയ കുപ്പി തറയിൽ വയ്ക്കുന്നു. എന്നിട്ട് മുടിയിൽ ഉറപ്പിച്ചിരുന്ന നീളമുള്ള വിലയേറിയ പിൻ ഊരി ശിരോവസ്ത്രം മാറ്റുകയും വിരലുകളിൽ അണിഞ്ഞിരുന്ന മോതിരങ്ങൾ ഊരി ഈശോയുടെ പാദത്തിങ്കൽ സോഫായിൽ ആ പിന്നും മോതിരങ്ങളും വയ്ക്കുകയും ചെയ്തു. പിന്നീട് ഈശോയുടെ പാദങ്ങൾ കയ്യിലെടുത്തു. ആദ്യം വലതുകാലിലെയും പിന്നെ ഇടതുകാലിലെയും ചെരുപ്പുകൾ അഴിച്ച് തറയിൽ വച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ പാദങ്ങൾ ചുംബിക്കുകയും നെറ്റിത്തടം അവയിൽ വയ്ക്കുകയും ചെയ്തു. മഴത്തുള്ളി പോലെ തുടർച്ചയായി ഒഴുകിയ കണ്ണീർ ആരാധ്യമായ അവൻ്റെ പാദങ്ങളെ നനച്ചു. ഈശോ തൻ്റെ ശിരസ് സാവകാശം തിരിച്ച് കുനിഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ തലയിലേക്ക് ഒരു നിമിഷം നോക്കി. കാരുണ്യത്തോടെയുള്ള ഒരു കടാക്ഷം. അവളെ തടസ്സപ്പെടുത്താതെ മുറിയുടെ നടുവിലേക്ക് ഈശോ നോക്കുന്നു. എന്നാൽ മറ്റുള്ളവർ അങ്ങനെയല്ല. അവർ കണ്ണിറുക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. ശരിയായ വീക്ഷണം കിട്ടാനായി ആ പ്രീശൻ ഒന്ന് നേരെ ഇരുന്നു. സമ്മിശ്ര വികാരങ്ങൾ അയാളുടെ കണ്ണുകളിൽ പ്രകടമാണ്. അയാൾ ആ സ്ത്രീയെ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തം. അവൾ സ്വതന്ത്രയായി കയറി വന്നത് അയാൾക്കിഷ്ടപ്പെട്ടില്ല. അവൾ ആ ഭവനത്തിലെ ഒരു പതിവുകാരിയാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമെന്നുള്ളതാണ് കാരണം. ദ്വയാർത്ഥത്തോടെയാണ് അയാൾ ഈശോയെയും വീക്ഷിക്കുന്നത്. എന്നാൽ സ്ത്രീ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവൾ നിശബ്ദയായി കണ്ണീർ പൊഴിക്കുകയും ഇടയ്ക്ക് ഏങ്ങലടിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മുടി അലങ്കരിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുന്ന സ്വർണ്ണ ഹെയർ പിന്നുകളെല്ലാം അവൾ ഊരി നേരത്തെ വച്ച വലിയ പിന്നിൻ്റെയും മോതിരങ്ങളുടെയും കൂടെ വയ്ക്കുന്നു. തെറുത്തു വച്ചിരുന്ന മുടി അഴിഞ്ഞ് പുറത്തേക്ക് ഉരുണ്ട് നിവർന്നു വീണു. 2 കൈകൾ കൊണ്ടും ആ പാദങ്ങൾ ഉണങ്ങുന്നതുവരെ അതുകൊണ്ട് തുടയ്ക്കുന്നു. പിന്നീട് വിരലുകൾ കുംഭത്തിൽ മുക്കി മഞ്ഞ നിറമുള്ള സുഗന്ധതൈലം എടുത്ത് ഈശോയുടെ പാദത്തിൽ പുരട്ടുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ പാദങ്ങൾ ചുംബിക്കുകയും തഴുകുകയും ചെയ്യുന്നുണ്ട്. ലില്ലിപ്പൂക്കളുടെയും ട്യൂബ് റോസിൻ്റെയും സൗരഭ്യം. വിരുന്നുശാല നിറഞ്ഞു നിൽക്കുന്നു. ആർദ്രമായ സ്നേഹത്തോടെ ഈശോ ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ട്. അവൾ പൊട്ടിക്കരയുന്നത് കണ്ട് ആശ്ചര്യത്തോടെ നോക്കിയ ജോൺ ഈശോയെയും അവളെയും മാറി മാറി നോക്കുകയാണ്. പ്രീശന്റെ മുഖം കറുത്തു. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുപരിചിതമായ വാക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു പ്രത്യേക കടാക്ഷത്തോടും പ്രത്യേക രീതിയിലും പറയപ്പെട്ട ആ വാക്കുകൾ കോപിഷ്ഠനായ വൃദ്ധൻ്റെ തല കുനിക്കുന്നതിനിടയാക്കപ്പെടുന്നു. സ്ത്രീക്ക് പാപമോചനം നൽകുന്ന വാക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. അവൾ പോകുന്നു. ആഭരണങ്ങളെല്ലാം ഈശോയുടെ പാദത്തിങ്കൽ വച്ചതിനു ശേഷം ശിരോവസ്ത്രം എടുത്ത് അതുകൊണ്ട് കഴിയുന്ന വിധത്തിൽ മുടി തലയിൽ കെട്ടി ഉറപ്പിച്ചു വെച്ചുകൊണ്ടാണ് അവൾ പോകുന്നത്. സമാധാനത്തിൽ പോകുക എന്ന് പറയുന്നതോടൊപ്പം അവളുടെ കുമ്പിട്ടിരിക്കുന്ന തലയിൽ ഒരു നിമിഷത്തേക്ക് ഈശോ കൈവയ്ക്കുന്നു. വളരെ കാരുണ്യം നിറഞ്ഞ ഒരു സ്പർശനം. ഈശോ എന്നോട് പറയുന്നു. ഒറ്റ നോട്ടത്തിലൂടെ എൻ്റെ അരൂപി അമ്പുപോലെ അയച്ച വാക്കുകൾ കാമാസക്തരായ അവരുടെ വരണ്ട ആത്മാക്കളിൽ തറഞ്ഞു കയറിയതുകൊണ്ടാണ് പ്രീശനും സ്നേഹിതരും തല കുനിച്ചത്. ഇതൊന്നും സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരം ഞാൻ അവന് നൽകി. കാരണം ആ മനുഷ്യരുടെ ചിന്തകളൊന്നും എന്നിൽ നിന്നും മറഞ്ഞിരുന്നില്ല. എൻ്റെ വാക്കുകളേക്കാൾ ശക്തവും അർത്ഥപൂർണവും ശാസനയേറിയതുമായിരുന്നു എൻ്റെ മൂകമായ ഭാഷ. അത് അവന് മനസ്സിലായി. ഞാൻ അയാളോട് പറഞ്ഞു, അരുത്, സ്വയം നീതീകരിക്കാനായി ദുഷിച്ച കുറ്റാരോപണങ്ങൾ നടത്തരുത്. നിന്നെപ്പോലെ കാമാസക്തിയൊന്നും എനിക്കില്ല. അവൾ എൻ്റെ അടുത്ത് വന്നത് എന്നെ ആകർഷിക്കാനല്ല. ഞാൻ നിന്നെയോ നിന്നെപ്പോലുള്ളവരെയോ പോലെയല്ല. അവൾ എൻ്റെ അടുക്കൽ വന്നതിന് കാരണം എന്നെ കാണുകയും
യാദൃശ്ചികമായി എൻ്റെ വാക്കുകൾ അവൾ കേൾക്കുകയും ചെയ്തപ്പോൾ ജഡികതയിൽ അന്ധകാരപൂർണമായിരുന്ന അവളുടെ ആത്മാവിൽ പ്രകാശം വീശി എന്നുള്ളതാകണം. അവളുടെ കാമാസക്തിയെ അതിജീവിക്കണമെന്നവൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ സാധുവായ അവൾക്ക് അത് സ്വയം ചെയ്യാൻ ശക്തിയില്ല എന്നവൾ മനസ്സിലാക്കുന്നു. എൻ്റെ അരൂപിയെ അവൾ സ്നേഹിക്കുന്നു, മറ്റൊന്നിനെയുമല്ല, അരൂപിയെ മാത്രം. എൻ്റെ അരൂപി സ്വഭാവാതീതമായ വിധത്തിൽ നല്ലതാണെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ ബലഹീനതകളിൽ നിന്ന് മുതലെടുത്ത നിങ്ങളുടെ വിദ്വേഷവും പേറി അവൾ എന്നെ സമീപിച്ചു. ഈ അഹന്ത നിറഞ്ഞ ദുഷ്ടലോകത്ത് നിന്ന് അവൾക്ക് ലഭിക്കാതിരുന്ന നന്മയും സന്തോഷവും സമാധാനവും എന്നിൽ കണ്ടെത്തിയതിനാലാണ് അവൾ എൻ്റെ അടുത്ത് വന്നത്. കാപട്യം നിറഞ്ഞ പ്രീശ, എല്ലാറ്റിനെയും നന്നായി കാണുന്നതിന് നിന്റെ ആത്മാവിൻ്റെ കുഷ്ഠം മാറ്റിത്തരണമേ എന്ന് നീ എന്നോട് യാചിക്കുന്നു. എൻ്റെ സ്പർശനം കൊണ്ട് അത് നീക്കാൻ എനിക്ക് കഴിവില്ല, കാരണം അതിനെ നീ ഇഷ്ടപ്പെടുന്നു. അത് മാറണമെന്ന് നിനക്ക് ആഗ്രഹമില്ല, എന്നാൽ അവൾക്ക് സുഖം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാൽ ഇങ്ങനെ അവളെ ഞാൻ ശുദ്ധിയാക്കുകയും അടിമത്തത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. പാപി മരണമടഞ്ഞു. എനിക്ക് സമർപ്പിക്കാൻ ലജ്ജിച്ചിരുന്ന ആ ആഭരണങ്ങളിൽ അവൾ ഇപ്പോഴും സന്നിഹിതയാണ്. എൻ്റെയും ശിഷ്യരുടെയും ആവശ്യങ്ങൾക്കും ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവർക്കും വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അവയെ വിശദീകരിക്കുന്നതിനായി അവൾ അവ സമർപ്പിച്ചു. അധികം സമ്പത്തുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതാണ് ഞാൻ ദരിദ്രർക്ക് നൽകുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമയായ ഞാൻ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായതിനാൽ ഇപ്പോൾ സ്വന്തമായി ഒന്നുമില്ലാത്തവനാണ്. എൻ്റെ പാദങ്ങളിൽ പൂശിയ സുഗന്ധ തൈലത്തെയും അവളുടെ മുടിയെ എളിമപ്പെടുത്തിയതുപോലെ എളിമപ്പെടുത്തി എൻ്റെ പാദ ശുശ്രൂഷ ചെയ്തു. എന്നാൽ നിനക്ക് പ്രകാശം നൽകുന്നതിനായി ഞാൻ വളരെ ദൂരം നടന്നിവിടെ വന്നിട്ടും നിന്റെ കിണറ്റിലെ വെള്ളം കൊണ്ട് ആ പാദങ്ങൾ കുളിപ്പിക്കാൻ പോലും നീ കൂട്ടാക്കിയില്ലല്ലോ. പാപി മരിച്ചു, മേരി വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒരു സുന്ദരിയായ പെൺകുട്ടി, വിനയമുള്ള കുട്ടി. അഗാധമായ ദുഃഖവും നേരായുള്ള സ്നേഹവുമാണ് അവൾക്ക് പുനർജന്മം നൽകിയത്. കണ്ണീരുകൊണ്ട് അവളെ തന്നെ കഴുകി. ഓ പ്രീശ, ഞാൻ ഗൗരവമായി പറയുന്നു, പരിശുദ്ധ യൗവനത്തിൽ നിർമ്മലമായ സ്നേഹത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഈ യുവാവും ആത്മാർത്ഥമായ അനുതാപത്താൽ കൃപാവരത്തിലേക്ക് വീണ്ടും ജനിച്ചിരിക്കുന്ന ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഈ സ്ത്രീയും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ചിന്തകൾ മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ഈ പരിശുദ്ധനായ യുവാവിനും അനുതപിക്കുന്ന ഈ സ്ത്രീക്കുമായി ഞാൻ നൽകുന്നു. എൻ്റെ ശരീരത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ചുമതലയും അവർക്കായി ഞാൻ നൽകുന്നു. മൃതരിൽ നിന്നും ഞാൻ ഉയർത്തു കഴിയുമ്പോൾ ആദ്യം അഭിവാദനം ലഭിക്കുന്നതും അവർക്ക് തന്നെ. എൻ്റെ അമ്മയ്ക്ക് നൽകുന്ന അഭിവാദ്യം കണക്കാക്കുന്നില്ല. ഇതെല്ലാമാണ് എൻ്റെ മുഖഭാവം കൊണ്ട് ആ പ്രീശനോട് എനിക്ക് പറയുവാനുണ്ടായിരുന്നത്. എന്നാൽ നിന്റെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഇത് നിന്റെയും മറ്റുള്ളവരുടെയും സന്തോഷത്തിനു വേണ്ടിയാണ്. മേരി അവളുടെ രക്ഷയുടെ പുലരിയായ ഈ പ്രവൃത്തി ബഥനിയിൽ ആവർത്തിച്ചു. ഓരോ വ്യക്തിയുടെയും രീതി വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ രീതികളും പ്രവർത്തനങ്ങളും ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. തെറ്റുപറ്റാത്ത രീതികൾ, പ്രവൃത്തികൾ. ഈ പ്രവൃത്തി ബഥനിയിൽ അത്ര എളിമപ്പെടുത്തപ്പെട്ടില്ല. ഭക്ത്യാദരങ്ങളോടെ ചെയ്ത ആരാധനയുടെ ആ പ്രവൃത്തിയിൽ അവൾക്ക് കൂടുതൽ ആത്മവിശ്വാസം അവിടെ വച്ചുണ്ടായിരുന്നു. അത് ഉചിതവുമാണല്ലോ. രക്ഷയിലേക്ക് വന്ന ആ സുപ്രഭാതത്തിന് ശേഷം മേരി കുറേയധികം മുന്നോട്ടു പോയി. വളരെ ദീർഘദൂരം പിന്നിട്ടു. സ്നേഹം ശക്തമായ ഒരു കാറ്റ് പോലെ അവളെ വളരെ ഉയരത്തിലേക്കും മുന്നോട്ടും പറപ്പിച്ചു. സ്നേഹം അഗ്നി എന്ന പോലെ അവളെ ദഹിപ്പിച്ചു, അവളുടെ പുതിയ യജമാനനാക്കി. സ്ത്രീത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് നവീകരിക്കപ്പെട്ട മേരി ഇപ്പോൾ വ്യത്യസ്തയാണ്. വസ്ത്രധാരണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. മുടി ക്രമപ്പെടുത്തുന്നതിലും നോട്ടത്തിലും പെരുമാറ്റത്തിലും വാക്കിലും
എൻ്റെ അമ്മയുടേതുപോലെയുള്ള ലാളിത്യം വരുന്നുണ്ട്. ഈ പുതിയ മാർഗവും കിട്ടി. അവളുടെ പരിമള തൈല കുപ്പികളിൽ അവസാനത്തേത് എനിക്കായി അവൾ സൂക്ഷിച്ചു വച്ചിരുന്നത് എൻ്റെ പാദങ്ങളിലും ശിരസിലും അവൾ പകർന്നു. കണ്ണീർ പൊഴിക്കാതെ സന്തോഷത്തോടെയാണ് ചെയ്തത്. സ്നേഹത്താൽ സന്തോഷിക്കുന്ന അവൾ രക്ഷിക്കപ്പെട്ടു. അവളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു എന്നുറപ്പുള്ള ഒരു മുഖഭാവത്തോടെയാണ് ഇപ്പോൾ ചെയ്തത്. മേരിക്കിപ്പോൾ എൻ്റെ ശിരസിൽ സ്പർശിക്കാം, അതിനെ അഭിഷേകം ചെയ്യാം. അനുതാപവും സ്നേഹവും ശ്രാപ്പേമാലാഖമാരുടെ അഗ്നി കൊണ്ട് അവളെ വിശുദ്ധീകരിച്ചു. അവളിപ്പോൾ ഒരു ശ്രാപ്പേമാലാഖയാണ്. മേരി, എൻ്റെ ചെറിയ ശബ്ദമേ, നീ ഇത് നിന്നോട് തന്നെ ആവർത്തിച്ച് പറയുക. ആത്മാക്കളോടും ആവർത്തിച്ചാവർത്തിച്ച് പറയുക. കുറ്റബോധ നിമിത്തം എൻ്റെ അടുത്ത് വരാൻ ധൈര്യപ്പെടാത്ത ആത്മാക്കളോട് നീ പോയി പറയുക. ആര് കൂടുതലായി സ്നേഹിക്കുന്നുവോ അവരോട് കൂടുതലായി ക്ഷമിക്കുന്നു. അതായത് ആര് എന്നെ സ്നേഹിക്കുന്നുവോ അവർ. നിങ്ങൾ പാവപ്പെട്ട ആത്മാക്കൾ, രക്ഷകൻ നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നെന്ന് മനസ്സിലാക്കുന്നില്ല. എന്നെ ഭയപ്പെടേണ്ട, വരൂ, മനോവിശ്വാസത്തോടെ വരൂ, ധൈര്യമായി വരൂ. എൻ്റെ ഹൃദയവും കൈകളും നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. എപ്പോഴും ഓർമ്മിക്കുക, കളങ്കമില്ലാത്ത പരിശുദ്ധിയോടെ എന്നെ സ്നേഹിക്കുന്നവനും പശ്ചാത്താപത്താൽ വീണ്ടും ജനിച്ച ഹൃദയത്തോടെ എന്നെ സ്നേഹിക്കുന്നവനും തമ്മിൽ ഞാൻ വ്യത്യാസം കാണുന്നില്ല. ഞാനാണ് രക്ഷകൻ. എപ്പോഴും അത് ഓർമ്മിക്കുക. സമാധാനത്തിൽ പോകുക. നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്നലെ വൈകിട്ട് ഈശോ പറഞ്ഞെഴുതിച്ചവയെപ്പറ്റിയും ഞാൻ കണ്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളെപ്പറ്റിയും ദിവസം മുഴുവൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ. വിരുന്നിൽ സംബന്ധിച്ചവരുടെ സംഭാഷണങ്ങളിൽ ഈശോയോട് അവർ ചോദിച്ചത് ലോകത്തിലെ അനുദിന സംഭവങ്ങളെക്കുറിച്ചായിരുന്നു. റോമാക്കാരെക്കുറിച്ചും അവരുടെ നിയമങ്ങളെ ഇസ്രായേൽക്കാർ എതിർക്കുന്നതിനെക്കുറിച്ചും മറ്റും. എന്നാൽ ഒരു കാരണം വ്യക്തമാണ്. സ്നേഹഭാവത്തിൽ ദുഷ്ടത നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച് ഈശോയെ ആക്ഷേപിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യണമെന്നായിരുന്നു ലക്ഷ്യം. ഈശോയാകട്ടെ ചുരുങ്ങിയ വാക്കുകളിൽ ശരിയായതും നിർണായകവുമായ ഉത്തരങ്ങൾ കൊടുത്തിരുന്നു. ഉദാഹരണമായി, ഏത് പ്രത്യേക വിഭാഗത്തിൻ്റെ അഥവാ പഠനത്തിൻ്റെ ഗുരുവാണ് ഈശോ എന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞത്, ദൈവത്തിൻ്റെ വിദ്യാലയ ഗുരു, വിശുദ്ധ നിയമങ്ങളിലൂടെ അവനെയാണ് ഞാൻ അനുഗമിക്കുന്നത്. അവൻ്റെ താല്പര്യത്തിനു വേണ്ടി എന്നെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. അത് ഈ ചെറിയവർക്ക് വേണ്ടി. ഇതും പറഞ്ഞുകൊണ്ട് ഈശോ ജോണിനെ നോക്കുന്നു. ജോണിൽ ദൈവത്തിൻ്റെ ചെറിയവരെയെല്ലാം അവൻ നോക്കുകയാണ്. നവീകരിക്കപ്പെടുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ നിയമങ്ങൾ അതിൻ്റെ ആദ്യ അർത്ഥത്തിൽ, അതായത് സീനായ് മലയിൽ വച്ച് ദൈവം നൽകിയപ്പോഴുണ്ടായിരുന്ന അർത്ഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ മനുഷ്യരെ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. മറ്റേ ചോദ്യത്തിന്, അതായത് സീസർ അയാളുടെ അധികാരം ദുരുപയോഗിക്കുന്നതിനെക്കുറിച്ച് ഈശോയുടെ അഭിപ്രായം എന്തെന്ന ചോദ്യത്തിന് ഈശോ ഇങ്ങനെ മറുപടി പറഞ്ഞു, സീസർ എന്തായിരിക്കുന്നുവോ അത് ദൈവം അങ്ങനെ ആവശ്യപ്പെടുന്നത് നിമിത്തമാണ്. ഏശയ്യാ പ്രവാചകനെ ഓർമ്മിക്കുക. ദൈവികമായ പ്രചോദനത്താൽ പ്രവാചകൻ അഷൂനെ ദൈവത്തിൻ്റെ വടി എന്ന് വിളിച്ചില്ലേ? ദൈവത്തെ ശിക്ഷിക്കുന്ന വടി. എന്തെന്നാൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു. അവരുടെ ബാഹ്യമായ ഭാവവും അരൂപിയും ആത്മാർത്ഥതയില്ലാത്തത് ആയിരുന്നു. ഇസ്രായേലിനെ ശിക്ഷിക്കാൻ അയാളെ ഉപയോഗപ്പെടുത്തിയ ശേഷം അയാൾ തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നും പറഞ്ഞില്ലേ? കാരണം അവൻ അഹങ്കാരവും ക്രൂരതയും നിറഞ്ഞ അവൻ്റെ ദൗത്യത്തെ ദുരുപയോഗപ്പെടുത്തും. ഈ രണ്ട് മറുപടിയുമാണ് എന്നെ ഏറ്റവും കൂടുതലായി സ്പർശിച്ചത്. അനന്തരം ഇന്ന് സന്ധ്യയ്ക്ക് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഈശോ എന്നോട് പറയുന്നു, ഞാൻ ഡാനിയേലിനെ വിളിച്ചതുപോലെ നിന്നെ വിളിക്കും. നീ ആഗ്രഹങ്ങളുടെ സ്ത്രീയാണ്. എനിക്ക് നീ പ്രിയപ്പെട്ടവളാകുന്നു. കാരണം നിന്റെ ദൈവത്തെ നീ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മാലാഖ ഡാനിയേലിനോട് പറഞ്ഞതുപോലെ എനിക്ക് നിന്നോട് തുടർന്ന് പറയാൻ സാധിക്കും. ഭയപ്പെടേണ്ട, എന്തെന്നാൽ ദൈവത്തെ അറിയുവാൻ
നിന്റെ ഹൃദയത്തെ നീ ഉപയോഗിച്ച ആ ദിവസം മുതൽ, ദൈവസന്നിധിയിൽ നീ ദുഃഖിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ നിന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടിരിക്കുന്നു. അതെല്ലാമാണ് ഞാൻ വന്നതിൻ്റെ കാരണം. എന്നാൽ ഇവിടെ മാലാഖയല്ല നിന്നോട് സംസാരിക്കുന്നത്, ഞാനാണ് നിന്നോട് സംസാരിക്കുന്നത്, ഈശോ. മേരി, മനസ്സിലാക്കാൻ ഒരു ഹൃദയം ഉത്കടമായി ആഗ്രഹിച്ചാൽ ഞാൻ എപ്പോഴും വരും. കഠിനനായ ഒരു ദൈവമല്ല ഞാൻ ജീവിക്കുന്ന കരുണയാണ്. എന്നെ ആഗ്രഹിക്കുന്നവരുടെ അടുക്കിലേക്ക് ചിന്തയേക്കാൾ വേഗത്തിൽ ഞാൻ വരുന്നു. എന്നെ മനസ്സിലാക്കാൻ മേരി മഗ്ദലേൻ ആഗ്രഹിക്കുന്നു എന്നത് കണ്ട നിമിഷത്തിൽ തന്നെ പാപത്തിൽ മുഴുകിയിരുന്ന അവളിലേക്ക് എൻ്റെ അരൂപിയാൽ ഞാൻ ചെന്നു. ദൈവത്തിൻ്റെ പ്രകാശത്തെയും അവളുടെ അന്ധകാരാവസ്ഥയെയും മനസ്സിലാക്കാൻ അവൾ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ അവളുടെ പ്രകാശമായി തീർന്നു. അന്ന് ഞാൻ അനേകരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, എങ്കിലും യഥാർത്ഥത്തിൽ അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ സംസാരിച്ചത്. ആത്മാവിനെ അടിമപ്പെടുത്തിയിരുന്ന ജഡത്തിനെതിരെ തീഷ്ണതയോടെ പൊരുതി ഞങ്ങളുടെ പക്കലേക്ക് വന്ന അവളെ മാത്രം ഞാൻ കണ്ടു. കലങ്ങി മറിഞ്ഞിരിക്കുന്ന മുഖഭാവം, ഹൃദയവേദനയും കരച്ചിലും മറച്ചു വയ്ക്കുന്നതിനായി വളരെ ബുദ്ധിമുട്ടി വരുത്തുന്ന പുഞ്ചിരി, ഇല്ലാത്ത ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ടെന്നുള്ള നാട്യം, ലോകത്തോടും തന്നോട് തന്നെയുമുള്ള വെല്ലുവിളി, ഇവയെല്ലാമാണ് അവളിൽ ഞാൻ കണ്ടത്. ഉപമയിലെ നഷ്ടപ്പെട്ട ആടിനേക്കാൾ കഷ്ടതരമായി മുൾപടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന അവളെ ഞാൻ കണ്ടു. സ്വന്തം ജീവിതത്തോടുള്ള അറപ്പിൽ അവൾ മുങ്ങിച്ചാകാൻ തുടങ്ങുകയായിരുന്നു. കടലിൻ്റെ അടിത്തട്ടിലെ വെള്ളം അടിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്ന കടലിൻ്റെ തിരമാല പോലെ അവളുടെ ഹൃദയം ഇളകി മറിയുകയായി. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള അറപ്പ് കലങ്ങി പൊന്തി വന്നു. വലിയ വാക്കുകളൊന്നും ഞാൻ പറഞ്ഞില്ല. അവളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഞാൻ പരാമർശിച്ചില്ല. അറിയപ്പെടുന്ന ഒരു പാപിനി, അവളെ എളിമപ്പെടുത്താനോ എൻ്റെ അടുത്ത് വരാൻ ലജ്ജിക്കുന്നതിനോ എന്നിൽ നിന്നും ഓടിപ്പോകുന്നതിനോ ഇടയാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അവളെ സമാധാനത്തിൽ ഞാൻ വിട്ടു. മഹത്തരവും വിശുദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകുന്നതിന് നൈമിഷികമായി അവൾക്കുണ്ടായ ആ തോന്നൽ പതഞ്ഞു പൊങ്ങട്ടെ എന്നുദ്ദേശിച്ച് എൻ്റെ വാക്കും എൻ്റെ നോട്ടവും അവളിലേക്ക് ശാന്തമായ ഒരു ഉപമ വഴി അവളോട് സംസാരിച്ചു. പ്രകാശത്തിൻ്റെ ഒരു രശ്മി അവൾക്കായി മാത്രം ഞാൻ ഉപമയിലൂടെ നൽകി. അന്ന് സന്ധ്യയ്ക്ക് സമ്പന്നനായ ആ അഹങ്കാരി പ്രീശൻ്റെ വീട്ടിൽ ഞാൻ കാലെടുത്തു വച്ചു. എന്നാൽ എൻ്റെ വാക്കുകൾ അയാൾക്ക് ഭാവി നന്മയ്ക്ക് ഉപകരിച്ചില്ല. കാരണം അവയെ പ്രീശൻ്റെ അഹങ്കാരം കൊന്നുകളഞ്ഞു. എങ്കിലും ആ സമയത്ത് എനിക്കറിയാമായിരുന്നു, സ്വന്തം പാപങ്ങളുടെ മുറിയിലിരുന്ന് ധാരാളം കരഞ്ഞ ശേഷം അവൾ എൻ്റെ പക്കലേക്ക് വരുമെന്ന്. അവളുടെ കണ്ണീരിൻ്റെ വെളിച്ചത്തിൽ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് അവൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അവൾ പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ അതിഥികളെല്ലാവരുടെയും ശരീരത്തിലും മനസ്സിലും കാമാസക്തി ഉണർന്നു. വിരുന്നിന് വന്നിരുന്നവരിൽ പരിശുദ്ധരായ 2 പേരൊഴികെ ശേഷം എല്ലാവരും കാമാസക്തിയോടെ അവളെ നോക്കി. ജോണും ഞാനുമല്ലാത്ത എല്ലാവരും. അവർ എല്ലാവരും ഓർത്തത് അവൾക്ക് പതിവുള്ള ഒരു തന്ത്രമനുസരിച്ച് പൈശാചിക ആവേശത്തോടെ നനച്ചിരിക്കാത്ത നേരത്ത് ജഡിക വേഴ്ചയ്ക്കായി വന്നതായിരിക്കും എന്നായിരുന്നു. എന്നാൽ സാത്താൻ തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവൾ ആരെയും നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ വിചാരിച്ചത് അവൾ എന്നെ ലക്ഷ്യം വച്ചാണ് വന്നതെന്നാണ്. മനുഷ്യൻ മാംസവും രക്തവും മാത്രമായിരിക്കുന്ന കാലത്തോളം ഏറ്റവും പരിശുദ്ധമായ കാര്യങ്ങളെപ്പോലും ചീത്തയാക്കുന്നു. പരിശുദ്ധരായവർക്ക് മാത്രമേ കാര്യങ്ങളുടെ ശരിയായ വീക്ഷണമുള്ളൂ. കാരണം അവരുടെ ചിന്തകളെ തകിടം മറിക്കുന്ന പാപം അവരിലില്ല. എന്നാൽ മനുഷ്യൻ മനസ്സിലാക്കാത്തതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. മേരി, ദൈവം എല്ലാം മനസ്സിലാക്കുന്നു. സ്വർഗത്തിന് അത് മതി. പറുദീസായിലെ അനുഗ്രഹീത ആത്മാക്കളുടെ മഹത്വത്തിന് ഒരൗൺസ് പോലും വർധനവ് വരുത്താൻ മനുഷ്യരിൽ നിന്നും വരുന്ന മഹത്വത്തിന് സാധ്യമല്ല. എപ്പോഴും അത് ഓർമ്മിക്കുക. പാവപ്പെട്ട മേരി മഗ്ദലേൻ അവളുടെ നല്ല പ്രവൃത്തികളിൽ പോലും മോശമായി വിധിക്കപ്പെട്ടിരുന്നു.
എന്നാൽ അവളുടെ തെറ്റായ പ്രവൃത്തികളെ അവർ കുറ്റം വിധിച്ചില്ല. കാരണം അത് കാമാതുരരായ പുരുഷന്മാരുടെ ഒരിക്കലും ശമിക്കാത്ത വിശപ്പ് തീർക്കാൻ വായ് നിറയ്ക്കുന്നവയായിരുന്നു. നായിനിലെ പ്രീശന്റെ ഭവനത്തിൽ വച്ച് അവൾ വിമർശിക്കപ്പെടുകയും തെറ്റായി വിധിക്കപ്പെടുകയും ചെയ്തു. ബെഥനിയിലെ അവളുടെ സ്വന്തം വീട്ടിൽ വച്ചും വിമർശിക്കപ്പെടുകയും ശകാരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവരുടെ വിമർശനത്തിൻ്റെ അവസാന ഭാഗം മനസ്സിലാക്കാനുള്ള താക്കോൽ ജോൺ പറഞ്ഞ ശ്രേഷ്ഠമായ വാക്കിലുണ്ട്. യൂദാസ് അവൻ കള്ളനായിരുന്നതിനാൽ. ഞാൻ പറയുന്നു, പ്രീശനും അയാളുടെ സ്നേഹിതരും വിഷയലംബടന്മാരായിരുന്നതുകൊണ്ട്. നോക്കൂ, ജഡികതയോടുള്ള ആസക്തി, പണത്തോടുള്ള അത്യാഗ്രഹം, ഇവ നിമിത്തമാണ് സൽപ്രവൃത്തികളെ വിമർശിക്കാൻ അവർ ശബ്ദമുയർത്തുന്നത്. നല്ല ആളുകൾ വിമർശിക്കുകയില്ല, ഒരിക്കലും വിമർശിക്കുകയില്ല. അവർ മനസ്സിലാക്കുന്നു. എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തിൻ്റെ വിമർശനത്തിന് ഒരു പ്രാധാന്യവുമില്ല. ദൈവത്തിൻ്റെ വിധിയാണ് കാര്യമായ സംഗതി.